ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ആദ്യഘട്ടത്തിൽ തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞങ്ങളിപ്പോ ഡൽഹി ഹരിയാന ബോർഡറില് കപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പോലീസ് ഞങ്ങളിവിടെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഞാനടക്കം ഹരിയാനയിലെ MP-യും മഹാരാഷ്ട്രയിലെ MP ഉൾപ്പെടെയുള്ള 4 പേരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ കുറെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും ഉണ്ട്. ഡൽഹിയിൽ തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകാൻ പാർലമെന്റ് സ്ട്രീറ്റിൽ പോലീസ് സ്റ്റേഷനുണ്ട്. അതുപോലെ നോർത്ത് അവന്യൂവിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഡൽഹിക്ക് ചാണക്യപുരിയിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇവിടെയൊന്നും ഞങ്ങളെ കൊണ്ടുപോകാതെ ഞങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ഹരിയാന ബോർഡറിൽ കൊണ്ടുവന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണ്? ഞങ്ങളൊരു കുറ്റം ചെയ്തില്ല. ഞങ്ങൾ ചെയ്തത് ഇന്നലെ ഡൽഹിയിലുണ്ടായ സംഭവം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഡൽഹി പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ഡൽഹിയിലെ റാം മനോഹർ ലോക ആശുപത്രിയിലും മറ്റു പല ഹോസ്പിറ്റലുകളിലും കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഡൽഹി പോലീസിന്റെ ഈ മർദ്ദനത്തെ കുറിച്ച് പ്രസ്താവന വേണം, ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇതിനെ അപലപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും ചെയ്യാതെ പാർലമെന്റ് പിരിച്ചുവിട്ട് സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചാണ് രാഹുൽ ഗാന്ധി, ലോക്സഭയിലെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയുടെയും രാജ്യസഭയിലെ പ്രതിപക്ഷ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള 100-150ഓളം കോൺഗ്രസ് MP-മാർ മാർച്ച് നടത്തി പ്രധാനമന്ത്രി ബസ്സിലേക്ക് പോയത്. അവിടെയാണ് ഞങ്ങളെ തടയുകയും ഞങ്ങളെ അന്യായമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഞെട്ടിപ്പിച്ച അതിക്രൂരമായ പോലീസ് മർദ്ദനമാണ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഡൽഹി പോലീസിന്റെ ഈ നടപടി അംഗീകരിക്കാവുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തൊട്ടാകെ ഉയർന്നു വരുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ വൻപിച്ച MP-മാരുടെ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതിൽ ഞങ്ങളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ കുറ്റവാളികളല്ല, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലെ പ്രതികളല്ല. നിങ്ങളൊക്കെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്നതൊക്കെ അറിയാൻ അവകാശമുള്ളവരാണ്. ആ രീതിയിലുള്ളൊരു നിലപാടാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്? ഞങ്ങൾ സമാധാനപരമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വീടിന്റെ ആ റോഡിലേക്ക് ഞങ്ങളൊരു മാർച്ച് നടത്തിയത്. അത് രാജ്യത്താകമാനമുള്ള ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. അതുപോലെ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദിയായ ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാതെ അല്ലെങ്കിൽ പുറത്താക്കാതെ ഇപ്പോഴും അയാളെ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുകയാണ്. ഇതൊക്കെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയൊട്ടാകെ പ്രക്ഷോഭം നടത്തുന്നത്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച 21-ാം തീയതി ജന്തർ മന്ദറിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തത്. ആ മാർച്ചിനെയാണ് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും കൂടാതെ അതിക്രൂരമായി തല്ലിച്ചതച്ച സംഭവമാണ്. ഇത് മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു പോലീസ് അതിക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇന്ത്യയിലെ പല ക്യാമ്പസുകളിൽ നിന്നും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ വന്ന പെൺകുട്ടികൾ അടക്കമുള്ളവരെയാണ് ഡൽഹി പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായത്. ഇത് തീർച്ചയായും ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ച പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് പ്രതികരിക്കുവാനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പോലും നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. ഞങ്ങൾ സ്പീക്കറെ കണ്ട് ഇന്ന് രാവിലെ തന്നെ രാഹുൽ ഗാന്ധി അതുപോലെ കോൺഗ്രസ് നേതാക്കൾ സ്പീക്കറെ കണ്ട് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. സ്പീക്കർ അത് നിഷേധിച്ചു. പിന്നെ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങൾ പ്രതിപക്ഷത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് തല്ലിച്ചതച്ച വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ അവരനുഭവിച്ച വേദനയും യാതനയും അതൊക്കെ തന്നെ എവിടെയാണ് പറയേണ്ടത്? അതിന് അവസരം ഞങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വളരെ സമാധാനപരമായ പ്രതിഷേധ മാർച്ചാണ്. ആ മാർച്ചിനെയാണ് പോലീസ് അവിടെ ഞങ്ങളെ കൈകാര്യം ചെയ്തത്. ഞങ്ങളെ പിടിച്ചും വലിച്ചും അതുപോലെ ചെറിയ ഉന്തും തള്ളും നടത്തി ബലാത്കാരമായി ബലപ്രയോഗം നടത്തിയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വിവിധ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാവരെയും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ MP-മാരെ എല്ലാവരെയും ഒരു പോലീസ് സ്റ്റേഷനിലേക്കല്ല, 5-10 പേരെ ഈ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഹരിയാന അതിർത്തികളിൽ കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്.